ഗൈസ് വെൽക്കം ടു ഇമ്പൾസ്. സോ നമ്മൾ നോക്കാൻ പോകുന്നത് മെനിഞ്ചൈറ്റിസ്, ടൈഫോയിഡ്, ഫീവർ ആൻഡ് ലെപ്രസി ആണ്. ഒരു സിമ്പിൾ 3 ഡിസീസാണ്, നമുക്ക് എളുപ്പം പഠിച്ചു തീർക്കാൻ പറ്റും കേട്ടോ. സോ എന്താ മെനിഞ്ചൈറ്റിസ്? സോ ബേസിക്കലി മെനിഞ്ചൈസിൽ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻ ആണ് മെനിഞ്ചൈറ്റിസ്. അതായത് നമ്മുടെ ബ്രെയിനിലേക്ക് ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ആവുകയും അങ്ങനെ നമ്മുടെ മെനിഞ്ചൈസിന് ചുറ്റുമായിട്ട് അല്ലെങ്കിൽ ബ്രെയിനും സ്പൈനൽ കോഡിനും ചുറ്റുമായിട്ട് ഇൻഫ്ലമേഷൻ വരിക. സോ ഇൻഫ്ലമേഷൻ വരാൻ ഒന്നെങ്കിൽ വൈറസ് ആകാം, ഇല്ലെങ്കിൽ ബാക്ടീരിയ ആകാം, അല്ലെങ്കിൽ പാരസൈറ്റ് ആകാം, അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ ആകാം. അത് കാരണമാണ് നമുക്ക് മെനിഞ്ചൈറ്റിസ് വരുന്നത്. സോ മെനിഞ്ചൈറ്റിസ് വന്ന ആൾക്കാർക്ക് ഭയങ്കര തലവേദന, ഭയങ്കര പനി, കഴുത്ത് തിരിക്കാൻ പറ്റില്ല, അങ്ങനത്തെ കണ്ടീഷനിലേക്കൊക്കെ മാറിപ്പോവും. ചിലപ്പോൾ ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷൻ തന്നെ ആകാം ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. സോ കോമൺലി ഉണ്ടാവുന്നത് വൈറസ് ആൻഡ് ബാക്ടീരിയ, ഫംഗസ് ഒക്കെ പാരസൈറ്റ്സ് ആണ്. സോ വൈറലാണെങ്കിൽ ആൻറ്റിവൈറൽ ഡ്രഗ്സ് കൊടുക്കുക, ബാക്ടീരിയ ആണെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുക, ഫംഗൽ ആണെങ്കിൽ ആൻറ്റിബയോട്ടിക് വിത്ത് ഫംഗൽ ഏജൻസ് കൊടുക്കുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മെഡിസിൻസ് കൊടുത്ത് നമ്മൾ ക്യൂർ ചെയ്യുന്നത്. സോ സിവിയറിറ്റി എന്ന് വെച്ചാൽ വൺസ് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും. സോ ട്രീറ്റ്മെൻറ്റ് എമർജൻസി കെയർ അത്യാവശ്യം തന്നെയാണ്. സോ മെനിഞ്ചൈറ്റിസ് വന്നു കഴിഞ്ഞാൽ കൂടുതലും കുഞ്ഞു കുട്ടികളിൽ നമ്മൾ കാണാറുണ്ട് കേട്ടോ, മെനിഞ്ചൈറ്റിസ് ഉണ്ടാവാറുണ്ട്. മിക്കവാറും ഒരു മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ദിവസങ്ങൾ കൊണ്ട് തന്നെ മെനിഞ്ചൈറ്റിസ് മിക്കവാറും പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. സോ ചില ആൾക്കാരിൽ 2 വർഷം വരെ എന്ത് ചെയ്യാം, കുഞ്ഞ് ചെറിയ ചെറിയ സിംറ്റംസ് കാണിച്ചിട്ട് സിവിയർ കണ്ടീഷൻ കാണിക്കാറുണ്ട് എന്നുള്ളതാണ്. കുഞ്ഞു കുട്ടികളിലൊക്കെ പലതരത്തിലുള്ള സിംറ്റംസ് കാണിക്കാം. ഭയങ്കര പനി കൂടുതൽ, പെട്ടെന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഉറങ്ങുക, ഭയങ്കരമായിട്ട് ഉറക്കം ഉണ്ടാവുക, പിന്നെ അവർ ആഹാരം കഴിക്കാതെ ആവുക. സോ സ്റ്റേജ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് എയർലി സ്റ്റേജ് ആണ്. ഫ്ലൂ പോലെ നമുക്കൊരു നോർമലി ഫ്ലൂ വന്നാൽ എന്തൊക്കെ സിംറ്റം ഉണ്ടോ, ഫീവർ, ജനറൽ ഡിസ്കംഫർട്ട്, അത് നമുക്ക് കാണിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവില്ല മെനിഞ്ചൈറ്റിസ് ആണെന്ന് മനസ്സിലാവുണ്ടാവില്ല. പിന്നെ സിംറ്റംസ് കൂടിക്കൊണ്ടേയിരിക്കും. സിംറ്റംസ് മാറി തലവേദന, നമുക്ക് കഴുത്ത് തിരിക്കാൻ പറ്റുന്ന അവസ്ഥയാവും. നമുക്ക് ലൈറ്റ് കണ്ടാൽ, പ്രകാശം കണ്ടാൽ നമ്മൾ സെൻസിറ്റീവ് ആവുക എന്നുള്ളതാണ്. പിന്നെ അഡ്വാൻസ് സ്റ്റേജ് ആണെങ്കിൽ കൺഫ്യൂഷൻ വരിക, സീഷർ വരിക, നമുക്ക് എപ്പോഴും കണ്ണ് തുറന്നിരിക്കാൻ പറ്റില്ല. നോർമലി നമ്മൾ ഉറങ്ങാത്ത ഒരവസ്ഥയിലേക്ക്, അതായത് നമ്മൾ എപ്പോഴും ഉറക്കമായിരിക്കും, ഉറങ്ങാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ നമുക്ക് പറ്റില്ല എന്നുള്ളതാണ്. എയർലി സ്റ്റേജ്, പ്രോഗ്രസീവ് സ്റ്റേജ് ആൻഡ് അഡ്വാൻസ് സ്റ്റേജ് ആണ്. സോ മെനിഞ്ചൈറ്റിസ് കോസ് ചെയ്യുന്നത് വൈറസ് ആണെന്നുണ്ടെങ്കിൽ എൻഡറോ വൈറസ്, സിമ്പിൾ വൈറസ് ലൈക്ക് HIV, മം വൈറസ്, വെസ്റ്റേൺ നീൽ വൈറസ് ആണ് നോർമലി ഉണ്ടാവുക. ബാക്ടീരിയ ആണെങ്കിൽ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ആൻഡ് നിസേറിയ മെനിഞ്ചൈറ്റിസ് ആയിരിക്കും. ആൻഡ് ഫംഗസ് ആണെന്നുണ്ടെങ്കിൽ ബേസിക്കലി ഫംഗൽ സ്പോസ് ആയിരിക്കും. സോ ഇമ്മ്യൂണിറ്റി കോംപ്രമൈസ് ആൾക്കാർ, ഇപ്പോൾ HIV, TB പോലുള്ള അസുഖമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വൈറസ് ആണെങ്കിൽ എക്സാമ്പിൾ പഠിക്കുക, ബാക്ടീരിയ എങ്കിൽ എക്സാമ്പിൾ പഠിക്കുക, ഫംഗസ് എങ്കിൽ എക്സാമ്പിൾ പഠിക്കുക. അങ്ങനെ പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് മനസ്സിലാക്കി വെക്കാനായിട്ട് പറ്റുള്ളൂ. റിസ്ക് ഫാക്ടേഴ്സ് ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, പിന്നെ യങ് അഡൾട്ടുകളൊക്കെ ഹൈ റിസ്ക് കാറ്റഗറിയാണ്. സോ ഈ എയ്ഡ്സ്, ആൽക്കഹോളിസം, ഡയബറ്റീസ്, ഇമ്മ്യൂണോസപ്രസൻ, ഇമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ മെനിഞ്ചൈറ്റിസ് എപ്പോഴും പറയുക. പിന്നെ ലിവിങ് കണ്ടീഷൻ, നല്ല ലിവിങ് കണ്ടീഷൻ അല്ല, പ്രോപ്പർ ലിവിങ് കണ്ടീഷൻ ഇല്ലെങ്കിൽ പണി കിട്ടും. ഇമ്മ്യൂൺ സ്റ്റാറ്റസ്, ഇമ്മ്യൂണിറ്റിയിൽ നമുക്ക് എന്തെങ്കിലും കോംപ്രമൈസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ പ്രശ്നം കിട്ടും. ആൻഡ് വാക്സിനേഷൻ, പ്രോപ്പർ വാക്സിനേഷൻ എടുക്കുക, സ്കിപ്പ് ചെയ്യാനായിട്ട് ഒരു കാരണവശാലും പാടില്ല എന്നുള്ളതാണ്. ഇനി പാത്തോഫിസിയോളജി ആണ്. TB പറഞ്ഞതുപോലെ തന്നെയാണ്, നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്ന ബാക്ടീരിയ നമ്മളെ ബോഡിയിലേക്ക് വരുന്നു, അത് ബ്ലഡ് സ്ട്രീംസിലേക്ക് വരുന്നു, ബ്രെയിനിലേക്ക് ക്രോസ് ചെയ്ത് ബ്രെയിനിൻ്റെ ബാരിയേഴ്സ് വരെ ക്രോസ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ആൻഡ് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഫർദർലി പണി കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ TBയിൽ എങ്ങനെയാണ് പറഞ്ഞത്, നമ്മൾ ലങ്സിനെ ബാധിക്കുന്നതാണ്. പക്ഷേ ഇവിടെ ലങ്സ് അല്ല, അതിന് പകരം തിരിച്ചെന്ത് ചെയ്യുന്നു, നമ്മുടെ ബ്രെയിനിനെ ബാധിക്കുന്നു. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഇവിടെ ഉള്ളൂ. സോ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന ഡയഗ്നോസ് ആണ്. നമുക്ക് വേരിയസ് ഡയഗ്നോസ് ടെസ്റ്റ് ഉണ്ട്. CT എടുക്കാം, MRI എടുക്കാം, പിന്നെ ലംബാർ പങ്ക്ചറിൽ നമ്മുടെ സ്പൈനൽ പങ്ക്ചർ ചെയ്ത് നമ്മൾ CSF കളക്ട് ചെയ്തിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്ത ടെസ്റ്റാണ്. സോ ലോ ഗ്ലൂക്കോസ് ലെവലൊക്കെ ഇതിൻ്റെ കണ്ടീഷൻ്റെ പ്രശ്നമാണ്. ബ്ലഡ് കൗണ്ട് നമ്മൾ കൂടുവാണെങ്കിൽ പ്രശ്നമാണ്. സോ നമുക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റുന്ന കുറച്ച് ടെസ്റ്റുകളാണ്. ഫസ്റ്റ് വൺ ഈസ് ബ്ലഡ് കൾച്ചർ ആൻഡ് CT, MRI ആൻഡ് സ്പൈനൽ ടാപ്പ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നമ്മൾ പങ്ക്ചർ ചെയ്തിട്ട് നമ്മൾ CSF പുറത്തേക്ക് എടുത്തിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്ന രീതിയാണ്. സോ സിമ്പിളാണ്, വൈറസ്, ഫംഗസ്, പാരസൈറ്റ്. സോ നമുക്ക് ഇയർലി സിംറ്റത്തിൽ ഫ്ലൂ ആയിരിക്കും. പ്രോഗ്രഷൻ ആണെങ്കിൽ ഈ നമ്മുടെ കഴുത്ത് തിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. പിന്നെ ഫെർദർ കണ്ടീഷനെങ്കിൽ സിംറ്റംസ് മാറി വരുന്നു. ആ ഒരു ഓർഡറിൽ അങ്ങ് പഠിച്ചു പോവുക, അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എളുപ്പം ഉണ്ടാവുക. സോ നെക്സ്റ്റ് വൺ ഈസ് ടൈഫോയിഡ് ഫീവർ ആണ്. സോ ബേസിക്കലി കുഞ്ഞു കുട്ടികളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു അസുഖമാണ് ടൈഫോയിഡ് ഫീവർ. പക്ഷേ ഡെവലപ്ഡ് കൺട്രീസിൽ അതൊന്നും കാണാറില്ല. പക്ഷേ ഇപ്പം അങ്ങനെ ടൈഫോയിഡ് ഫീവർ ഒന്നും ഉണ്ടോ? ഇല്ല, കുറവല്ലേ. സോ ബേസിക്കലി സാൽമണല്ലേ ടൈഫൈ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ബാക്ടീരിയ ആണ് ഈ എന്തുണ്ടാക്കുന്നത്,
ടൈഫോയിഡ് ഫീവർ ഉണ്ടാക്കുന്നത്. സോ പ്രോപ്പർ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ നല്ല പ്രോപ്പർ ഫുഡ് കഴിക്കാതെ കണ്ടാമിനേറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, വാട്ടർ പ്രോപ്പറായിട്ട് നമ്മൾ നല്ല പ്രോപ്പർ വാട്ടർ കുടിക്കാതിരിക്കുക, അതൊക്കെ ഭയങ്കര പ്രശ്നം തന്നെയാണ്. സോ ബേസിക്കലി നമുക്ക് ഈ ഒരു സാൽമണൽ ടൈഫോയിഡ് എക്സ്പോസ് ആയി കഴിഞ്ഞാൽ ഒരു 1 മുതൽ 3 ആഴ്ചയുടെ എക്സ്പോഷറിന് ശേഷം നമുക്ക് സിംറ്റംസ് വരികയും നമ്മുടെ കണ്ടീഷൻസ് വേഴ്സൺ ആവുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഒന്നും കൂടെ പറയാം, മേജർ കോസറ്റീവ് ഓർഗൻ സാൽമണൽ ടൈഫൈ, കണ്ടാമിനേറ്റ് ഫുഡ്, വാട്ടർ ഒക്കെയാണ് കോമൺലി ഡെവലപ്ഡ് കൺട്രീസിൽ ഉണ്ടാവാറില്ല. ആൻഡ് ഗ്രാജുവലി ആണ് സിംറ്റംസ് കാണിച്ചു തുടങ്ങുക. ആൻഡ് വൺ സെറ്റ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സാൽമണൽ ടൈഫൈ നമ്മുടെ ബോഡിക്കകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് അസുഖം എന്നൊരു കണ്ടീഷൻ വരുന്നത് 1 മുതൽ 3 ആഴ്ചയ്ക്ക് ശേഷമായിരിക്കും. പറയാൻ പോകുന്ന സിംറ്റംസ് ആണ്. ഇവിടെയും സിംറ്റംസ് സെയിം തന്നെയാണ്. എയർലി സ്റ്റേജ് ഉണ്ട്. നമുക്ക് ആദ്യം ഫീവർ, ഹെഡേക്ക്, വീക്ക്നെസ് വരുന്നു. പിന്നെ നമുക്ക് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൽ ഇഷ്യൂസ് വരുന്നു. നമുക്ക് ഒരുപാട് വയറുമായി സംബന്ധപ്പെട്ട ഇഷ്യൂസ് വരുന്നു. മസിലിൽ ഭയങ്കര പെയിൻ വരുന്നു. റാഷസ് വരാം. പിന്നെ അഡ്വാൻസ് സ്റ്റേജ് വരികയാണെങ്കിൽ നമ്മുടെ വയറൊക്കെ ചെറിയൊരു വീക്കം ഉണ്ടാവുക, ഡെലീറിയം ഉണ്ടാവുക, പിന്നെ ലൈഫ് ത്രെറ്റനിങ്, മരണം വരെ സംഭവിക്കാൻ വേണമെങ്കിൽ ടൈഫോയിഡ് ഫീവറിന് വരാം. ഇതൊരു 1 മുതൽ 3 ആഴ്ചയ്ക്ക് ശേഷമാണ് നമുക്ക് ഈ ഒരു കണ്ടീഷൻസ് ഒക്കെ വരിക. സോ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, എയർലി സ്റ്റേജിൽ കണ്ടുപിടിച്ച് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷനിലേക്ക് പോകാം. സോ എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം? സോ നമുക്ക് നമ്മുടെ ബ്ലഡ്, സ്റ്റൂൾസ്, ടിഷ്യൂ സാമ്പിൾസ് ഒക്കെ നമ്മൾ കൾച്ചർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ടീരിയയുടെ ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ടോ ഇല്ലയോ നമുക്കറിയാം. ബ്ലഡ് ടെസ്റ്റ് എടുത്തിട്ട് സാൽമണൽ ടൈഫോയിഡ് ബ്ലഡ് സ്ട്രീംസിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഡിറ്റക്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, ടൈഫോയിഡ് ഫീവർ ഉണ്ടോ ഇല്ലയോ എന്നറിയാം. ആൻഡ് വൈറൽ ടെസ്റ്റാണ് സാൽമണലയുടെ ആൻറ്റിജൻ. നമ്മുടെ ബോഡിയിൽ ആൻറ്റിബോഡി ആൻറ്റിജൻ റിയാക്ഷൻ ഉണ്ടല്ലോ, അപ്പോൾ അതേപോലെ ആൻറ്റിബോഡീസിന് നമ്മുടെ ഈ സാൽമണലിലെ ആൻറ്റിജൻ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ടൈഫോയിഡ് ഫീവർ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്, അല്ലെങ്കിൽ ടെസ്റ്റാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ലെപ്രസി ആണ്. സോ ലെപ്രസി നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ഹാൻസൺ ഡിസീസ്. സോ കോസേറ്റീവ് ഏജന്റ് പറയുവാണെങ്കിൽ മൈക്കോബാക്ടീരിയം ലെപ്രെ അല്ലെങ്കിൽ ലെപ്രോമാറ്റോസിസ് ആണ്. അഫക്റ്റ് ചെയ്യുന്ന സ്കിന്ന്, നെർവസ്, റെസ്പിറേറ്ററി ട്രാക്ട്, ഐസ് ഒക്കെയാണ്. സോ മൈക്കോബാക്ടീരിയം ട്യൂബർക്കിളാണ് എവിടെ, TB. നമ്മൾ അവിടെയും അതർ കോസേറ്റീവ് ഏജൻസിൽ മൈക്കോബാക്ടീരിയം ലെപ്രെ പറഞ്ഞു, ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ ട്രാൻസ്മിഷൻ റെസ്പിറേഷൻ വഴി അല്ലെങ്കിൽ ഇൻസെക്റ്റ് വഴിയിട്ടാണ്. സോ സ്കിന്നിൽ ലീഷൻസ് ഉണ്ടാവുക, നെർവ് ഡാമേജ് ഉണ്ടാവുക, ഡീഫോമിറ്റീസ്, നമുക്ക് കുഷ്ഠം എന്ന് പറയില്ല, അതിനാണ് ലെപ്രസി കേട്ടോ. വന്നു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ വരുന്ന കണ്ടീഷനില്ല, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ഡീഫോമിറ്റീസിനെ ചില തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ സ്കിന്നൊക്കെ ഒട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അത് ഭയങ്കര ഒരു സിവിയർ കണ്ടീഷനിലേക്കൊക്കെ മാറിപ്പോകുന്നു. ടൈപ്പ് ഓഫ് ലെപ്രസി എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് ലെപ്രോമാറ്റസ്, ട്യൂബർക്കുലോയിഡ് ആൻഡ് ബോർഡർലൈൻ എന്ന് പറയും. സോ ലെപ്രമാറ്റസ് എന്ന് വെച്ചാൽ ലോ റെസിസ്റ്റൻറ്റ് യെല്ലോ ഓർ ബ്രൗൺ നൊഡ്യൂൾസ് ആണ് നമ്മുടെ മ്യൂക്കസ് മെമ്പറിനാണ് അഫക്ട് ചെയ്യുന്നത്. എന്താണ് ലോ റെസിസ്റ്റൻറ്റ്? അത് റെസിസ്റ്റൻസ് ഭയങ്കര കുറവാണ്. ജനറലൈസ്ഡ് ഫോം എല്ലാവർക്കും വരുന്നത് ഇതാണ്, ലെപ്രമാറ്റസ് ആണ്. ഇനി ട്യൂബർക്കുലോയിഡ് ആണെങ്കിൽ ലോക്കലൈസ്ഡ് ഫോം ആണ്, ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമേ വരുള്ളൂ. ഹൈ റെസിസ്റ്റൻസ് ആണ്, ഭയങ്കരമായിട്ട് റെസിസ്റ്റൻസ് കാണിക്കും, മരുന്ന് കഴിച്ചാൽ പെട്ടെന്ന് ക്യൂറാക്കാൻ പറ്റുന്നുണ്ടാവില്ല. ലൈറ്റ് റെഡ് അല്ലെങ്കിൽ പേർപ്പിളിഷ് സ്പോട്ട് ഉണ്ടായിരിക്കും. സോ ബോർഡർ ലൈൻ എന്ന് വെച്ചാൽ ലെപ്രോമാറ്റസും ട്യൂബർക്കുലോയിഡും കൂടെ ഒരുമിച്ച് വരുന്ന കണ്ടീഷനാണ് എന്ത്, ബോർഡർ ലൈൻ എന്ന് പറഞ്ഞാൽ കേട്ടോ. സോ ലെപ്രോമാറ്റസ്, ട്യൂബർക്കുലോയിഡ് ആൻഡ് ബോർഡർ ലൈൻ ആണ്. സോ കോസ് പറയുവാണെങ്കിൽ ഫസ്റ്റ് വൺ ഈസ് ബാക്ടീരിയ തന്നെയാണ്. പിന്നെ ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട്, ചില സമയങ്ങളിൽ ചില ജനറ്റിക് ഫാക്ടേഴ്സ് മേ ബി വരാം. പിന്നെ എൻവയോൺമെൻറ്റ് റിസ്ക്, നമ്മൾ പ്രോപ്പർ സാനിറ്റൈസേഷൻ അല്ല, നമ്മളൊരു നല്ല സ്ഥലത്തല്ല, ഇപ്പോൾ ചേരി, കോളനി എന്നൊക്കെ പറയില്ലേ, അവിടെയൊക്കെ താമസിക്കുന്ന ആൾക്കാരിലാണ് കൂടുതലായിട്ട് ലെപ്രസി കാണുന്നത്. ഇപ്പോൾ ഏകദേശം നമ്മൾ എറാഡിക്കേഷൻ ഫേസ് ആണ്, ഒഴിവാക്കി. ഇന്ത്യയിൽ അങ്ങനെ ഇല്ല, അധികവും ഇല്ല. ഇപ്പോൾ പറയുവാണെങ്കിൽ 1000-1 അല്ലെങ്കിൽ 10,000-1 എന്നുള്ളൊരു കണ്ടീഷനിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. സിംറ്റം പറയുകയാണെങ്കിൽ ഇയർലി സ്റ്റേജിൽ സ്കിന്നിൽ ചെറിയ ലീഷൻസ് ഉണ്ടാവും, ചെറിയ ചുണങ്ങൊക്കെ ഉണ്ടാവും. പിന്നെ ഹാൻഡ്, ഫീറ്റിലൊക്കെ നംബ്നെസ്, തൊട്ട് നമുക്ക് അറിയുണ്ടാവില്ല, തൊട്ടാലും പ്രഷർ കൊടുത്താലും പൊള്ളിയാലും ഒന്നും നമ്മളൊന്നും അറിയുണ്ടാവില്ല, നമുക്ക് അറിയാനേ പറ്റുണ്ടാവില്ല. പിന്നെ മസിൽ വീക്ക്നെസ് വരിക, ഐ പ്രോബ്ലം വരിക, നെർവുകൾ എൻലാർജ് ആവുക. പിന്നെ അഡ്വാൻസ് സ്റ്റേജ് സിവിയർ പെയിൻ ആണ് കേട്ടോ. ഡിഫോമിറ്റി വന്നു, നമ്മുടെ കൈയൊക്കെ ഒട്ടിപ്പോയി കഴിഞ്ഞാൽ, സ്കിന്നൊക്കെ അങ്ങ് ഒട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കണ്ണ് വന്നാൽ നമുക്ക് കണ്ണ് നഷ്ടപ്പെട്ടു പോകുന്നു, കൈ നഷ്ടപ്പെട്ടു പോവുക, കാല് നഷ്ടപ്പെട്ടു, മൂക്കിലൊക്കെ വന്നാൽ മൂക്കിൻ്റെ ഷേപ്പ് മാറിപ്പോവുക, തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. സർജറി ചെയ്താൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൊണ്ടുവരാനായിട്ട് പറ്റാത്തൊരു കണ്ടീഷനിലേക്ക് മാറിപ്പോവുകയാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. സോ ഇത്രയുമാണ് നമുക്ക് ലെപ്രസിയെ പറ്റി പറയാൻ പറ്റുക. ഡയഗ്നോസ് ചെയ്യാൻ നമ്മൾ സ്കിൻ സ്മിയർ ടെസ്റ്റാണ്. സ്കിൻ എടുക്കുക,
നമ്മൾ സ്മിയർ ചെയ്ത് നോക്കുക, ബാക്ടീരിയ ഉണ്ടോ നോക്കുക, പിന്നെ ബയോപ്സി ചെയ്ത് നോക്കാൻ പറ്റും, പിന്നെ നെർവ് ബയോപ്സി, എല്ലാം ബയോപ്സിയാണ്, സ്റ്റെയിനിങ് ടെക്നിക്കാണ്. അല്ലാതെ നമുക്ക് പോയിട്ടൊരു CT എക്സ്റേ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എവിടെയാണോ അഫക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് ഭാഗത്താണോ നമുക്ക് അഫക്റ്റ് ചെയ്തെന്ന് തോന്നുന്നത് അവിടെ നമ്മൾ ബയോപ്സിയോ സ്പിയറോ എടുത്താൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ സാമ്പിൾസ് എല്ലാം നമ്മൾ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് ടെക്നിക്ക് നമ്മൾ ചെയ്യേണ്ടാവുക കേട്ടോ. സോ നമ്മൾ ആസിഡ് ഫാസ്റ്റ് ബാസിലൈസ് ആണല്ലോ, അതുകൊണ്ടാണ് നമ്മളിതിനെ ഹാസൻസ് ഡിസീസ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ ഒരു ലാബ് ടെസ്റ്റുകൾ ചെയ്യണമെങ്കിൽ പോലും ഈ ഒരു ആസിഡ് ഫാസ്റ്റ് ബാസിലേക്ക് വേണ്ടിയുള്ള ടെസ്റ്റുകൾ ചെയ്താൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പം എല്ലാം ബയോപ്സിയാണ്. സോ 3 ഡിസീസ് എളുപ്പമാണ്. നമ്മൾ ഈ ഇത്രയും പോയിന്റ്സ് എഴുതി കഴിഞ്ഞാൽ ഉറപ്പാണ് മാർക്ക് കിട്ടുന്നത്. എല്ലാം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. ഒരു പോയിന്റ് പോലും സ്കിപ്പ് ചെയ്തത് കേട്ടോ. ഒരു സിമ്പിളാണ്. ലെപ്രസി എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം TB ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന അസുഖമാണ് കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ, ഒരു സിമ്പിൾ ചാപ്റ്ററാണ്. നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് ക്ലാസ്സുകൾ കേൾക്കുക. സോ നെക്സ്റ്റ് കാണാം. താങ്ക് യു.